ഹലോ ഓൾ, വെൽക്കം ടു കോമേഴ്സ് ഹെൽപ്പർ. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ്ട്രാറ്റജീൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ഡയറക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ലോങ് ടേം ആയിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സ്റ്റെപ്സ് ആണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഗ്രീക്ക് വേർഡായ സ്ട്രാറ്റജോസിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന വാക്കാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് ടു കമാൻഡ് ആൻ ആർമി എന്നാണ്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു ഗെയിം പ്ലാൻ ഓഫ് മാനേജ്മെൻ്റ് ആണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് എങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ആണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ ആദ്യം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പോൾ സ്ട്രാറ്റജി യൂഷ്വലി ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ബാക്കി ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് കൂടുതലായിട്ടും എഫക്റ്റീവായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത്. കാരണം അവർക്ക് എക്സ്പെർട്ടീസ് ആയാലും നോളജ് ആയാലും ക്വാളിഫിക്കേഷൻസ് ആയാലും കൂടുതലാണ്. അപ്പോൾ ഇതാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്. ഒരു ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ റിസോഴ്സസ് ആണ്. അപ്പോൾ ഒരു ബിസിനസ്സിന് അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യണമെന്നാണെങ്കിൽ റിസോഴ്സസ് എത്രയും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ലത്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് റിസോഴ്സ് ഏറ്റവും നന്നായിട്ട് ആ ഒരു ബിസിനസ്സിലെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത്. അടുത്തത് ലോങ് ടേം ഇമ്പാക്റ്റ് ആണ്. നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയുന്നത് ലോങ് ടേം ഇൻ നേച്ചറാണ്. അപ്പോൾ അത് ലോങ് ടേം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയും ലോങ് ടേം ആയിരിക്കണം. നെക്സ്റ്റ്, ഇംപ്ലിക്കേഷൻസ് ഫോർ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ്, കസ്റ്റമേഴ്സ് ആൻഡ് സർവീസസ്. ഒരു സ്ട്രാറ്റജി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സിംഗിൾ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആൻഡ് മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും, എന്നിട്ട് അതിന് ബെസ്റ്റ് വൺ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യുന്നത് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സിനും കസ്റ്റമേഴ്സിനും കൂടി വേണ്ടിയിട്ടായിരിക്കണം. അടുത്തത് കൺസിഡറേഷൻ ഓഫ് എൻവയോൺമെൻ്റ് ആണ്. നമുക്കറിയാം ബിസിനസ്സിനും അതിൻ്റെ എൻവയോൺമെൻറ്റും തമ്മിൽ മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ഉണ്ട്. ഒരു ബിസിനസ് എപ്പോഴും അവരുടെ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ചസ് അഫക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൻവയോൺമെൻറ്റിൽ തന്നെ പല പല ഫോഴ്സസ് ഉണ്ടാകും. അതായത് ഇപ്പോൾ സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ടെക്നോളജി, ഗവൺമെൻറ്, അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാകും. ഈ പല ആൾക്കാരുടെയും എഫക്റ്റുകൾ ഉണ്ടാവുന്നതും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് കൺസിഡറേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് ഭാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഭാവി നോക്കിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാം എന്നുള്ളതാണ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ്സ് എന്നാണ്. അപ്പോൾ സ്ട്രാറ്റജി പറഞ്ഞു ഒരു ബെസ്റ്റ് വൺ ആണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്നിൽ കൂടുതൽ സ്ട്രാറ്റജീസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു സെലക്ഷൻ വരുന്നത് കൊണ്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ സ്ട്രാറ്റജി നമ്മളൊരു പ്രോസസ്സായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതും എൻവയോൺമെൻറ്റ് മോണിറ്റർ ചെയ്യുക, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റെപ്സ് അവിടെ ഇൻവോൾവ് ആയി വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഇതിനെ പ്രോസസ്സായിട്ടാണ് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻസ് നോക്കാം. എന്തുകൊണ്ടാണ് സ്ട്രാറ്റജി ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഫസ്റ്റ്, ലോങ് റണ്ണിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻസിന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജി ഹെൽപ്ഫുൾ ആണ്. പിന്നെ അടുത്തത്, പാസിംഗ് ആയിട്ടുള്ള ട്രെൻഡ്സ് മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ബേസ് ചെയ്തൊക്കെ വരുമ്പോൾ ഫേംസിന് അതൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടും സ്ട്രാറ്റജി ഹെൽപ്ഫുൾ ആണ്. ഇനി മെയിനായിട്ട് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ഡയറക്ഷനിൽ പോകണം അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് അവിടെ എടുക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് സ്ട്രാറ്റജിയിലൂടെ കിട്ടും. പിന്നെ ഓർഗനൈസേഷനിൽ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടും സ്ട്രാറ്റജി ഹെൽപ്ഫുൾ ആണ്, നേരത്തെ ഫീച്ചറിൽ പറഞ്ഞായിരുന്നു. പിന്നെ അടുത്തത് പ്രൊവൈഡ്സ് മോട്ടിവേഷൻ ടു എംപ്ലോയീസ്. അപ്പോൾ ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കണ്ടു കഴിയുമ്പോൾ എംപ്ലോയീസിനും അവിടെ ഒരു സ്വാഭാവികമായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ വരുമല്ലോ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. നെക്സ്റ്റ്, നല്ലൊരു സ്ട്രാറ്റജിയിലൂടെ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും കോർഡിനേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും അതുപോലെ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. സോ അത്രയുമാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ഇനി ബെസ്റ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്യൂട്ടബിൾ സ്ട്രാറ്റജി, നല്ല സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഗുഡ് സ്ട്രാറ്റജി എന്ന് നോക്കാം. അപ്പോൾ ഒരു ഗുഡ് സ്ട്രാറ്റജി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ടെസ്റ്റുകളുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വാല്യൂ ആഡ് ടെസ്റ്റാണ്. മാർക്കറ്റ് പ്ലേസിൽ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മാർക്കറ്റ് ഷെയർ കൂട്ടാനും ഇന്നോവേഷൻസ് കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി ആണെങ്കിൽ അതൊരു ഗുഡ് സ്ട്രാറ്റജി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് വാല്യൂ ആഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് കൺസിസ്റ്റൻസി ടെസ്റ്റാണ്. എന്തൊക്കെ സർക്കംസ്റ്റാൻസസ് ഒരു ബിസിനസ് ഏതൊക്കെ തരത്തിലുള്ള സർക്കംസ്റ്റാൻസസ് ഒരു ബിസിനസ്സിനെ
എഫക്റ്റ് ചെയ്യേണ്ടതായിട്ടും ഫേസ് ചെയ്യേണ്ടതായിട്ടും ഒക്കെ വരും. അപ്പോൾ അതെല്ലാം ഒത്തുപോകാനായിട്ടും അതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ അതൊരു നല്ല സ്ട്രാറ്റജി ആയിട്ട് പറയുന്നതാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ടെസ്റ്റ് ആണ്. ആ ഒരു സ്ട്രാറ്റജി നമുക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് സ്ട്രാറ്റജിയാണ്. നെക്സ്റ്റ് ഒറിജിനാലിറ്റി ടെസ്റ്റ് ആണ്. ഗുഡ് സ്ട്രാറ്റജി എപ്പോഴും ഒറിജിനലാണ്, ആരുടെയും കോപ്പി അടിച്ചതും അല്ല. അതുപോലെ തന്നെ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള തരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഒരു കാര്യം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹെൽപ്ഫുൾനെസ്സും ആ ഒരു സ്ട്രാറ്റജി തരുന്നുണ്ടെങ്കിൽ അതൊരു ഒറിജിനാലിറ്റി ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് പേർപ്പസ് ടെസ്റ്റ്. അപ്പോൾ ഓരോ സ്ട്രാറ്റജിക്കും അതിൻ്റേതായിട്ടുള്ള പേർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം കംപ്ലീറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. നെക്സ്റ്റ് ലോജിക്കൽ കൺസിസ്റ്റൻസി ടെസ്റ്റ് ആണ്. ക്ലിയർ ആൻഡ് ലോജിക്കൽ വേയിൽ എന്താണ് അതിൻ്റെ കാര്യം അത് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി ഗുഡ് സ്ട്രാറ്റജി ആയിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി ടെസ്റ്റ് ആണ്. ഒരു ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ല, ഡൈനാമിക് ആയിട്ട് ചേഞ്ചിങ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ചേഞ്ചസ് വരുന്നതനുസരിച്ച് അതിനോട് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രാറ്റജി ആണെങ്കിൽ അതൊരു ഗുഡ് സ്ട്രാറ്റജി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഗുഡ് സ്ട്രാറ്റജി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇത്രയും ടെസ്റ്റുകളാണ് നമുക്ക് ഉള്ളത്. ഇനി അടുത്തത് ടാക്ടിക്സ് ആൻഡ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ടാക്ടിക്സ് ഉള്ളത് നോക്കാം. ടാക്ടിക്സ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മീൻസ് അല്ലെങ്കിൽ വേസ് ആണ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ, എപ്പോൾ, ഏത് രീതിയിൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് സ്പെസിഫിക്കലി ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ടാക്ടിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ടാക്ടിക് എന്നൊക്കെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സൂത്രം, തന്ത്രം എന്നൊക്കെ പറയില്ല, അതാണ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജിനെ ഫോളോ ചെയ്യുന്നതാണ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. ഷോർട്ടർ ടൈം ഹൊറൈസൺ മാത്രമേ ടാക്ടിക്സിനുള്ളൂ. അതായത് ആ ഒരു പേർപ്പസ് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ടാക്ടിക്സിൻ്റെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ലെവൽസ് ഓഫ് സ്ട്രാറ്റജീസ് ആണ്. ഏതൊക്കെ ലെവൽസിൽ നമുക്ക് ഓർഗനൈസേഷൻ്റെ ലെവൽസിൽ സ്ട്രാറ്റജി കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതാണ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ നമുക്ക് സ്ട്രാറ്റജി കാണാൻ പറ്റുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് ഈ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ തുടക്കം പറഞ്ഞായിരുന്നു. അപ്പോൾ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓവറോൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിനോ പ്രൊഡക്റ്റിനോ വേണ്ടിയിട്ടൊന്നും ഫോർമുലേറ്റ് ചെയ്യുന്നതല്ല, ബട്ട് ഓവറോൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അടുത്തത് ബിസിനസ് ലെവൽ ഓർ SBU സ്ട്രാറ്റജിയാണ്. SBU എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്. അതെന്താണെന്ന് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ തന്നെ പലതരത്തിലുള്ള ബിസിനസ് വർക്ക് ഉണ്ടായിരിക്കും. ആൻഡ് ഈച്ച് ബിസിനസ്സും അവർ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതും ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിസിനസ്സുകളിലാണ് ഈ ബിസിനസ് ലെവലിലേക്ക് SBU സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യണത്. എക്സാമ്പിളായിട്ട് റിലയൻസ് കമ്പനിയാണ്. അപ്പോൾ റിലയൻസിന് നമുക്കറിയാം പലതരത്തിലുള്ള ബിസിനസ്സസ് ഉണ്ട്. അവർ ടെലികമ്മ്യൂണിക്കേഷൻസിലുണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസിലുണ്ട്, ടെക്സ്റ്റൈൽസിലുണ്ട്, റീറ്റെയിൽസിലുണ്ട്, എനർജി സോഴ്സസിലുണ്ട്. അപ്പോൾ ഇങ്ങനത്താണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി. ഇപ്പോൾ ഓപ്പറേഷണൽ ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, അത് റിലേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താണ് SBU എന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി പറഞ്ഞു, റിലയൻസ് പോലത്തുള്ള കമ്പനികൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു സ്ട്രാറ്റജിയാണ് SBU എന്ന് പറയുന്നത്. ഈ SBU എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ലാർജ് കോർപ്പറേഷൻ ആകാം, ഒരു ലാർജ് കോർപ്പറേഷനിലുള്ള ഒരു ബിസിനസ് യൂണിറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് യൂണിറ്റ് മാത്രമായിരിക്കാം. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തന്നെ SBUവിന് ഉണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ബിസിനസ്സായിട്ട് മാനേജ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് യൂണിറ്റ് ആണെങ്കിലും അവർക്ക് എപ്പോഴും അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ പാരൻറ്റ് കോർപ്പറേഷനിലേക്കായിരിക്കും. അതായത് ഇപ്പോൾ റിലയൻസ് പോലുള്ള കമ്പനികൾക്ക് പല പല ബിസിനസ്സും പല യൂണിറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഓരോ യൂണിറ്റുകളും അവരുടെ പാരൻറ്റ് കോർപ്പറേഷൻ, പാരൻറ്റ് കമ്പനി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെയെന്ന് ചോദിച്ചാൽ അവരെപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണം. അപ്പോൾ ഇതാണ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു വേ ആണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ
ഫ്യൂച്ചർ ഡയറക്ഷൻ ഒരു ഓർഗനൈസേഷൻ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പോൾ ഇത് സ്മോൾ ആൻഡ് ലാർജ് ഓർഗനൈസേഷൻസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, വൺ ടൈം ആക്ഷൻ ഒന്നുമല്ല. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ തീരുന്നില്ല. അത് ഇവാലുവേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ചിലപ്പോൾ റീ ഇവാലുവേറ്റ് ചെയ്യാനും വേറൊരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഇതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അതിൻ്റെ നേച്ചർ ഓർ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഓൾറെഡി പറഞ്ഞു സെവറൽ ആക്ടിവിറ്റീസ് നമുക്ക് ഉള്ളതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രോസസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഡൈനാമിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ എപ്പോഴും ചേഞ്ചസ് വരും. അപ്പോൾ ആ ചേഞ്ചസിലൂടെയൊക്കെ കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫ്ലെക്സിബിൾ ആണ്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫോഴ്സസ്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫോക്കസ് തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആയിട്ട് എങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഫോക്കസ് നമുക്കിതിലൂടെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ഓപ്പൺ സിസ്റ്റംസ് അപ്രോച്ച്. ഓർഗനൈസേഷനും അതിൻ്റെ എൻവയോൺമെൻ്റ് ആയിട്ട് എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ഒരു ചേഞ്ച് എൻവയോൺമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ വന്നാലും ചേഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനോട് ഒരു ഓർഗനൈസേഷൻ എപ്പോഴും അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്പൺ സിസ്റ്റംസ് അപ്രോച്ച് തരുന്നുണ്ട്. ആ ഒരു കണ്ടിന്യൂസ് ഇൻട്രാക്ഷനെയാണ് ഒരു ഓപ്പൺ സിസ്റ്റം അപ്രോച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ടോപ്പ് മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. പറഞ്ഞു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. ഇനി അടുത്തത് ഇറ്ററേറ്റീവ് പ്രോസസ്സാണ്. ഇറ്ററേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഒരു സീക്വൻഷ്യൽ പ്രൊസീജിയർ ഉള്ളത് കൊണ്ടും പല ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ടും ഒരു സ്റ്റെപ്സ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ട് ഇതിനൊരു ഇറ്ററേറ്റീവ് പ്രോസസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക്. ഓൾറെഡി പറഞ്ഞ് ഫ്യൂച്ചർ ഡയറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. പിന്നെ അടുത്തത് കണ്ടിന്യൂസ്, ഓൺഗോയിങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഇനി അടുത്തത് അനാലിറ്റിക്കൽ ആണ്. ഒരു സീക്വൻഷ്യൽ മോഡൽ ഓരോന്നിനും ഓരോ സ്റ്റെപ്സ് ഡീറ്റെയിൽ ചെയ്ത് പറയുന്നത് കൊണ്ട് ഇത് അനാലിറ്റിക്കൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇന്നോവേഷൻ. ഒരു സ്ട്രാറ്റജി ഇപ്പോൾ നല്ലതല്ല എന്നാണെങ്കിൽ അടുത്തൊരു സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇന്നോവേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. സോ ഇത്രയുമാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തതാണ് ഫങ്ഷൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ആദ്യം ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓഫേഴ്സ് എ ടെക്നിക് ടു മാനേജ് ചേഞ്ച്. അപ്പോൾ ബിസിനസ്സിൽ എപ്പോഴും ചേഞ്ചസ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവർ ചേഞ്ചസ് കൊണ്ടുവരുന്നത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് തരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിന് ഒരു ഡ്യുവൽ അപ്രോച്ചാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ആദ്യം എന്താണ് ആ ഒരു ഡിഫിക്കൽട്ടി എന്ന് മനസ്സിലാക്കി അത് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു വഴി പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ്, ഇപ്പോൾ റിസോഴ്സസ് സ്കേഴ്സ് ആണെങ്കിൽ ആ സ്കേഴ്സ് റിസോഴ്സസ് എങ്ങനെ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതും കൂടി സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. ആൻഡ് ലാസ്റ്റായിട്ട് പറയുന്നത് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഡീൽ ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ബിസിനസ് എന്ന് പറയുന്നത് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്. സോ അതിനോട് കോപ്പപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസമും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ബെനിഫിറ്റ്. ഫസ്റ്റ് എൻഷുറിങ് സക്സസ്. ബിസിനസ്സിന് സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്ഫുൾ ആണ്. അടുത്തത് എൻകറേജസ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നേരത്തെ പറഞ്ഞായിരുന്നു ഒരു സ്ട്രാറ്റജി നല്ലതല്ല എന്നാണെങ്കിൽ അപ്പോൾ അടുത്ത സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മാനേജേഴ്സ് അവിടെ പുതിയ വഴികൾ അവിടെ കൊണ്ടുവരാനായിട്ട് നോക്കും. അപ്പോൾ ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇൻക്രീസിങ് ഓർഗനൈസേഷണൽ എഫിഷ്യൻസി. ഒരു സ്ട്രാറ്റജി എഫക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്ന റിസോഴ്സസ് എഫക്റ്റീവ്ലി യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്സും അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഓർഗനൈസേഷണൽ പേഴ്സണൽ സാറ്റിസ്ഫൈഡ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ക്ലിയർലി അറിയാം ആര് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ആ പുള്ളിക്കാരുടെ റോള് അവിടെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് മിനിമൈസിങ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അപ്പോൾ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ എംപ്ലോയീസിന് റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസസ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ റെസിസ്റ്റൻസ് നമ്മൾ ഇവിടെ കുറവാണ്. കാരണം മാനേജ്മെൻറ്റ് കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ അവർക്കൊരു അല്ലെങ്കിൽ അവർക്ക് പറയാനായിട്ടുള്ളൊരു റൈറ്റ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ടു ചേഞ്ച് കുറവായിരിക്കും. ആൻഡ് ലാസ്റ്റ് ഇസ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്. എഫക്റ്റീവ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ബെറ്റർ ഫിനാൻഷ്യൽ പെർഫോമൻസിലേക്ക് ലീഡ് ചെയ്യും. പ്രോഫിറ്റ്സ് ആയാലും ഗ്രോത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. സോ ഇത്രയുമാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് ലിമിറ്റേഷൻസ് ആൻഡ് ഓവർകമ്മിങ് സ്ട്രാറ്റജി ലിമിറ്റേഷൻസ് ആണ്. ഫസ്റ്റ് ലിമിറ്റേഷൻസ് നോക്കാം. റെസിസ്റ്റൻസ് ടു ചേഞ്ച് കോമൺ ഫിനോമിനൻ ആണിത്. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് കോംപ്ലക്സ് ആൻഡ് ഡൈനാമിക് എൻവയോൺമെൻറ്റ്. നമുക്ക് അറിയാം ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഡൈനാമിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആണ്. അപ്പോൾ
അങ്ങനെ കോംപ്ലക്സ് ആയിട്ടും ഡൈനാമിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആവും നമുക്ക് എല്ലാ സ്ട്രാറ്റജിയും ഒന്നും നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നെക്സ്റ്റ് എക്സ്പെൻസീവ്. ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ്സാണ്. ആൻഡ് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ഇത് സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഇനി ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. എല്ലാ സ്ട്രാറ്റജിയും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കണമെന്നില്ല. ചില സിറ്റുവേഷൻസിൽ അത് നമുക്ക് മാറ്റാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹോൾ അപ്രോച്ച് ഇവിടെ റിജിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അടുത്തത് പറയുന്നത് നോ മാച്ച് ഇൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. ഇത് രണ്ടും തമ്മിലൊരു വൈഡ് ഗ്യാപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തത് തന്നെ ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല എപ്പോഴും. ഇനി അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്നത്. ഇനി ഈ ലിമിറ്റേഷൻസ് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് അടുത്ത് പറയുന്നത്. ഫസ്റ്റ്, കൺസിസ്റ്റൻറ്റ് വിത്ത് അവൈലബിൾ റിസോഴ്സസ്. അപ്പോൾ നമുക്ക് കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ട് പറ്റാവുന്ന തരത്തിലുള്ള സ്ട്രാറ്റജി വേണം ഫോർമുലേറ്റ് ചെയ്യാനായിട്ട്. സോ ആ ഒരു സ്ട്രാറ്റജി നമുക്ക് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ഇസ് മാച്ച് വിത്ത് ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് മാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രാറ്റജി വേണം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഇസ് ബിയറബിൾ ഡിഗ്രി ഓഫ് റിസ്ക്. എപ്പോഴും ബിസിനസ്സിൽ ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനനാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും റിസ്ക് ഉണ്ട്, പക്ഷെ അത് ബിയറബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റിസ്ക് ആണെങ്കിൽ നമുക്കത് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ലാസ്റ്റ് ഇസ് അപ്രോപ്രിയേറ്റ് ടൈം. അപ്പോൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് റൈറ്റ് ആയിട്ടുള്ളതും ആ ഒരു അപ്രോച്ചിന് വേണ്ടിയിട്ടും ആ ഇപ്പോഴത്തെ ടൈം ഫാക്ടർ കൺസിഡർ ചെയ്ത് ആപ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയും ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാറ്റജി ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ് ആൻഡ് ഇറ്റ്സ് എലമെൻറ്റ്സ്. സോ ഫസ്റ്റ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മാനേജ്മെൻറ്റ് അവരുടെ ഫേമിൻ്റെ മിഷൻ, ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് എല്ലാം മനസ്സിലാക്കി അതൊരു വർക്കബിൾ സ്ട്രാറ്റജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞു, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ഇനി അടുത്തത് അതിൻ്റെ എലമെൻറ്റ്സ് നോക്കാം. ഫസ്റ്റ്, എസ്റ്റാബ്ലിഷിംഗ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്. അപ്പോൾ സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് മിഷൻ, വിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ലോങ് ടേമിൽ എന്താണ് ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, അതാണ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 3 ടേംസ് എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് വിഷൻ. വിഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഇൻറ്റൻറ്റിൻ്റെ ഫസ്റ്റ് പോയിന്റ് ആണ് വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആയാലും അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനായാലും എല്ലാവർക്കും ഒരു വിഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു മെൻ്റൽ ഇമേജ് ആയിട്ടാണ് വിഷനെ കൺസിഡർ ചെയ്യുന്നത്. എന്താണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവർ ചെയ്യാൻ തീരുമാനിക്കുന്നത്, അതിൻ്റെ ഒരു ഓവറോൾ ഇമേജ് ആണ് വിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മിഷൻ. മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ആ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് മിഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് ഇസ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ പർപ്പസ്, അതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അത് ഇൻറ്റേർണൽ ഒബ്ജക്റ്റീവും ആവാം, എക്സ്റ്റേണൽ ഒബ്ജക്റ്റീവ്സും ആവാം. ഇനി അടുത്ത എലമെൻ്റ് ആണ് എൻവയോൺമെൻറ്റൽ അനാലിസിസ്. നമുക്കറിയാം എൻവയോൺമെൻറ്റ്, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും ഉണ്ട്. അപ്പോൾ ആദ്യം എൻവയോൺമെൻറ്റിൻ്റെ ചേഞ്ചസ് മനസ്സിലാക്കുക, എന്നിട്ട് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ആയിട്ടുള്ള ത്രെഡ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, എന്നിട്ട് അത് ക്രിട്ടിക്കലി നമ്മുടെ സ്ട്രാറ്റജീസും നമ്മുടെ വീക്ക്നെസ്സൊക്കെ വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക. ഇതാണ് എൻവയോൺമെൻറ്റ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത എലമെൻ്റ് ആണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതും നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്ട്രാറ്റജി നല്ലതല്ല എന്നാണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചോയ്സ് ഓഫ് സ്ട്രാറ്റജി. അപ്പോൾ ഇതൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ സ്ട്രാറ്റജീസും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. അവിടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ അവിടെ ആ ഒരു ചോയ്സ് നമ്മൾ മേക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ചോയ്സ് ഓഫ് സ്ട്രാറ്റജി. ഇനി അടുത്തത് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി നമ്മൾ വർക്കിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ പുട്ട് ഇൻ ടു ആക്ഷൻ ആണ് ഈ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റജി എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്ട് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഒരിക്കലും കിട്ടില്ല. ആൻഡ് ലാസ്റ്റ് എലമെൻറ്റ് സ്ട്രാറ്റജിക് കൺട്രോൾ. സ്ട്രാറ്റജിക് ഇവാലുവേഷൻ എന്ന് നമുക്ക് പറയാം. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണിത്. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് എപ്പോഴും വേണം. ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇതൊരു ഓൺഗോയിങ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ അപ്പോൾ അങ്ങനെ സ്ട്രാറ്റജി കൺട്രോൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി നല്ലതാണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ഇത്രയുമാണ് 2ാമത്തെ യൂണിറ്റിൽ പറയുന്നത്.